അടുത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ കുറിച്ച് പറഞ്ഞത് വലാ യസ്നൂ, അവർ വ്യഭിചരിക്കാത്തവരാണ്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടും വ്യഭിചാരം നടത്തി പോവുകയാണ്. അല്ലാഹുവേ, ഈ സമുദായത്തെ നീ കാക്കണേ അല്ലാ. പൂജാരിയുടെ കൂടെ ഒളിച്ചോടി പോയ പാവപ്പെട്ട പൊന്നുമോളുടെ കഥനത്തിന്റെ കഥ നമ്മൾ കേട്ടതല്ലേ? നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അന്യമതക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന എത്രയെത്ര പെൺകുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത്. പൊന്നുമോളെ, ഒരു നല്ല മരണം മോളെ, പൊന്നുമോളെ നിനക്ക് കിട്ടുമോ മോളെ? സ്നേഹത്തോടെ ചോദിക്കുക. +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന എത്രയെത്ര പെങ്ങന്മാരുണ്ട് ഇവിടെ. നിന്റെ മാതാവിനെ, നിന്റെ പിതാവിനെ കണ്ണുനീരിന്റെ കയത്തിലേക്ക് തള്ളിയിട്ട് പൊന്നുമോളെ നീ എന്ത് രസമാണ് അനുഭവിക്കാൻ പോകുന്നത്. അല്ലാഹുവിന് നിന്നെ വേണ്ടല്ല മോളെ. നിന്റെ ബാപ്പാക്കും നിന്റെ ഉമ്മാക്കും നിന്നെ വേണ്ടല്ല മോളെ. എല്ലാവരെയും വലിച്ചെറിഞ്ഞുകൊണ്ട് കാമുകന്റെ കേവലം നൈമിഷികമായ രസത്തിന്റെ പിന്നാലെ നിന്റെ അസ്തിത്വത്തെ പൊന്നുമോളെ പണയപ്പെടുത്തല്ല. അങ്ങനെ ഒളിച്ചോടിപ്പോയവരൊക്കെ ഖേദിച്ച ചരിത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഒരു നല്ല മരണത്തോടെ ഒരു നല്ല മരണം കിട്ടുമോ പെങ്ങളെ? അസ്റായിലിന്റെ മുമ്പിൽ പൊന്നുമോളെ എല്ലാ പത്തിമടക്കേണ്ടി വരൂല്ലേ? നിന്നെ സ്നേഹത്തോടെ വളർത്തിയ നിന്റെ മാതാവ്, നിന്റെ പിതാവ്, അവരൊക്കെ സങ്കടത്തിന്റെ കണ്ണുനീർ കയത്തിലാണ്. ഈ പാവപ്പെട്ട പൂജാരിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മാതാവ് ഒരു സങ്കടത്തിന്റെ കത്തെഴുതിയത് ഞാൻ വായിക്കാനിടയായി. പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, മോളെ, സങ്കടത്തോടെയാണ് പൊന്നുമോളെ ഈ കത്തെഴുതുന്നത്. നിന്റെ അനിയത്തിയെ നിന്റെ അളാപ്പ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ അടുത്തു നിന്നാൽ അവള് കൂടെ ചീത്തയാകി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. ആരാണ് മോളെ നിന്നെ വെടക്കാക്കിയത്? ആരാണ് പൊന്നുമോളെ നിന്നെ ചീത്തയാക്കിയത്? ഞങ്ങളാണോ? നീ ഒരു മൊബൈൽ ഫോൺ മേടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. നീ ഒരുപാട് കരഞ്ഞു. ഭക്ഷണം കഴിക്കാതെ നീ പിണങ്ങിയപ്പോ ഞങ്ങൾ നിന്നൊക്കെ മുമ്പിൽ വകവെച്ചിട്ടില്ലല്ലോ. നിന്റെ മുന്നിൽ വാങ്ങിച്ചു തരാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ. അവസാനം നീ വാശി പിടിച്ചുകൊണ്ട്, ഒരുപാട് വാശി പിടിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അതിലൂടെ ഒരു പ്രയാസവും വരുത്തി വെക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് തന്നതുകൊണ്ടാണ് മോളെ നിനക്കൊരു സ്മാർട്ട് ഫോൺ തന്നത്. ഞങ്ങളാണോ മോളെ നിന്നെ ബെടക്കാക്കിയത്? ആളുകൾ മുഴുവനും പറയുകയാണ് ഞങ്ങളാണ്, ഈ പൊന്നുമ്മയാണ് മോളെ നിന്നെ ഇത്ര മോശമാക്കിയതെന്ന് നിന്റെ കുടുംബക്കാര് പറയുകയാണ്. നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എവിടെയും ഞങ്ങൾക്ക് വല്ലാത്ത നാണക്കേടാണ് മോളെ. ഒരുപാട് നാളായി മോളെ നിന്റെ വീട്ടിൽ ഈ ഉമ്മ കലത്തിലേക്ക് ചോറ് വെച്ചിട്ട്, ഈ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ഒരുപാട് നാളായി പൊന്നുമോളെ പട്ടിണി കിടന്നുകൊണ്ട് ഞങ്ങളും നിന്റെ ഉപ്പയും ഞാനും സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഹണിമൂണിലാ ആ പൂജാരിയുടെ കൂടെ ഹണിമൂൺ ആസ്വദിക്കുമ്പോ മോളെ നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു ഉമ്മ സങ്കടത്തോടെ നെഞ്ചുപൊട്ടിയാണ് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആ പൊന്നുമോളുടെ മാതാവിന്റെ സങ്കടം എത്ര വലുതാണ് ഉമ്മ. പൊന്നുമോളെ, നിന്റെ ബാപ്പായെ നിന്റെ ഉമ്മായെ കരയിപ്പിച്ചുകൊണ്ട് സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ കഴത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിവാസത്തിന്റെ പിന്നാലെ ഓടുകയാണോ? അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. UAE അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ള, നല്ല സാമ്രാജ്യമുള്ള, നല്ല തന്റെ ഇടമുള്ള ഒരു മനുഷ്യൻ, ആ പൊന്നുമോന്റെ പ്രിയപ്പെട്ട വൈഫ് അള്ളാഹുവിനെ ഭയപ്പെട്ടുന്ന, അള്ളാഹുവിനെ പേടിയുള്ള മുത്തഖിയായ ഒരു പെണ്ണായിരുന്നു. നാട്ടിലെല്ലാവർക്കും ഭയങ്കര മതിപ്പായിരുന്നു. ഈ സഹോദരൻ നല്ല മനോഹരമായൊരു കൊട്ടാരം ആ പൊന്നുമോൾക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. വീട്ടിൽ ഭാര്യയും 2 കുഞ്ഞിമക്കളും ഈ സഹോദരന്റെ ഉമ്മയും, അങ്ങനെ 4 പേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, പൊന്നുമോളെ, നാളെ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ കൊടുത്തേക്കുകയാ.
എല്ലാ ദിവസവും ഞാൻ നിന്നെ വിളിക്കുമ്പോ ഡൈനിങ് ഹാളിലേക്ക് വന്നുകൊണ്ട് ലാൻഡ് ലൈനിന്റെ അടുത്ത് വന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യൽ പ്രയാസമല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ അയച്ചു തരാൻ പോവുകയാണ്. ഭാര്യ പറഞ്ഞു, ഇക്കാ എനിക്ക് ഫോൺ വേണ്ട ഇക്കാ, ലാൻഡ് ഫോൺ മതി ഇക്കാ. പക്ഷേ ഈ സഹോദരൻ പറഞ്ഞു, വേണ്ട മോളെ, ഒരു പ്രശ്നവും ഉണ്ടാകില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊബൈൽ ഫോൺ ഈ പെങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. കുറെ ദിവസം നല്ല മനോഹരമായ രീതിയിൽ ഈ സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഫോണിൽ സംസാരിക്കുകയാണ്. ഒരു ദിവസം ഭർത്താവ് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞുപോയി, ഇക്ക എന്റെ ഫോണിലേക്ക് എല്ലാ ദിവസവും ഒരു അൺനോൺ നമ്പർ കടന്നു വരികയാണ്. എനിക്കറിയാത്ത ഏതോ അൺനോൺ നമ്പർ എന്റെ ഫോണിലേക്ക് കടന്നു വരികയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ്. ഭർത്താവ് പറഞ്ഞു, മോളെ അതിന്റെ പ്രശ്നമില്ല, എന്റെ നമ്പർ വരുമ്പോ, നിനക്കറിയാവുന്ന നമ്പർ വരുമ്പോ മാത്രം നീ അറ്റൻഡ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം നീ റിജക്ട് ചെയ്ത മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോളെ സമാധാനിപ്പിക്കുകയാണ്. വീണ്ടും ആ സഹോദരനും സഹോദരിയും ബന്ധപ്പെടുകയാണ്. ഒരു ദിവസം തന്റെ ബിസിനസിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോ UAE തന്റെ റൂമിൽ ആ പൊന്നുമോനിരിക്കുമ്പോ പെട്ടെന്നൊരു ഫോൺ കോള് കടന്നു വരികയാണ്. മറുതലക്കൽ ഉമ്മയാണ്. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോനോട് പറഞ്ഞു, മോനെ ഒന്ന് പെട്ടെന്ന് വാടാ, ഒന്ന് നാട്ടിലോട്ട് കടന്നു വാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് പൊട്ടിക്കരയുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പൊന്നുമോൻ ആ UAE നിന്ന് പൊന്നുമോൻ തന്റെ സഹോദരനെ വിളിക്കുകയാണ്. സഹോദരൻ കാര്യം പറയുകയാ, ഇക്കാ നിങ്ങളെ ഭാര്യയുണ്ടല്ലോ, നിങ്ങളെ വൈഫുണ്ടല്ലോ, ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയിക്കാ. പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിലേക്ക് വന്നപ്പോ തന്റെ മാതാവുണ്ടല്ലോ തന്റെ കുഞ്ഞിമക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുകയാണ്. സങ്കടത്തോടെ ഈ മനുഷ്യനും ബോധം കെട്ട് വീണുപോയി. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ നാണക്കേട് ഓർത്തുകൊണ്ട്. പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് അന്വേഷിച്ചു, ഒരു വർത്തമാനം പോലും കിട്ടുന്നില്ല. അവസാനം 8 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 8 മാസങ്ങൾ കഴിഞ്ഞപ്പോ പത്രത്തിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന പത്രപരസ്യം കണ്ടുകൊണ്ട് ബോംബെയിലേക്ക് ഈ പൊന്നുമോൻ വണ്ടി കയറുകയാണ്. ബോംബെയിലെത്തിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഞാൻ ചുരുക്കി പറയുകയാണ്, ബോംബെയിലെത്തിയപ്പോ ഒരു ഫ്ലാറ്റിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്നെ സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന് വിളിച്ചുണർത്തി എൻ്റെ ഭാര്യ, എന്നെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ പൊന്നുമക്കളെ ഉമ്മയാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹമതാ പ്രിയപ്പെട്ട സഹോദരന് കാണുകയാണ്. കഴുത്തിൻ്റെ അകത്തൊരു കാറും കണ്ടപ്പോ ഈ സഹോദരന് ബോധം കെട്ടുപോയല്ലോ. കുറെ സമയം കഴിഞ്ഞപ്പോ ബോധമങ്ങ് കടന്നു വന്നപ്പോ അവിടത്തെ പോലീസുകാരൊരു സൂയിസൈഡ് ലെറ്റർ എടുത്തുകൊണ്ട് ഈ സഹോദരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മെല്ലയാ സൂയിസൈഡ് ലെറ്റർ, ആത്മഹത്യാക്കുറിപ്പ് വായിക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇക്കാ മാപ്പ് ഇക്കാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. സങ്കടത്തിന്റെ സംഘട്ടനത്തിന്റെ കഥനത്തിന്റെ ഭാണ്ഡം വഹിക്കുകയാ. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോള് പറയാൻ തുടങ്ങി, ഒരുപാട് തവണ ഞാൻ എൻ്റെ ഫോണിലേക്ക് വരുന്ന മിസ് കോളുകളെ ഞാൻ അവോയ്ഡ് ചെയ്തല്ലോ, ഒരുപാട് തവണ ഞാൻ ഉപേക്ഷിച്ചല്ലോ. ഒരു ദിവസം ഞാൻ ഗത്യന്തരമില്ലാതെ ഞാൻ ഫോണിലേക്ക് വന്ന മിസ് കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു.
മറുതലക്കൽ ഒരു അന്യമതസ്ഥനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു മിസ് കോൾ ഫ്രണ്ടാണ്. എന്നോട് വർത്തമാനം പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു പോകൂല, ആകാശമൊന്നും ഇടിഞ്ഞു പോകൂല പെങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ആദ്യഘട്ടത്തിലൊന്നും ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല. പിന്നെ പതിയെ എനിക്ക് ആ പൊന്നുമോനോട്, ആ സഹോദരനോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ബന്ധമായല്ലോ. ആ സഹോദരൻ എന്നെ വിളിക്കാതെ എനിക്ക് ഉറക്കുപോലുമില്ല. അങ്ങനെ ഞാൻ ചുരുക്കട്ടെ, ആ സഹോദരൻ വന്നുവെന്ന് മാത്രമല്ല, എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പെങ്ങളെ ഇന്നാലിന്ന സ്ഥലത്ത് ഞാനുണ്ടാകും, നീ എല്ലാ സാധനങ്ങളും വസ്തുക്കളും എടുത്തുകൊണ്ട് നീ കടന്നു വാ മോളെ, നമുക്ക് പാറിപ്പറക്കാം പൊന്നുമോളെ എന്ന് ആ സഹോദരന് വിളിച്ചപ്പോ എൻ്റെ 101 വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഞാൻ എടുത്തുകൊണ്ട് ബാഗിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് എൻ്റെ മാതാവ് ബാത്റൂമിൽ പോയപ്പോ എൻ്റെ ബാഗുമായിട്ട് സ്വർണവുമായിട്ട് എൻ്റെ അത്യാവശ്യമുള്ള വസ്ത്രവുമായിട്ട് ആ കൂട്ടുകാരന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ നടത്തി, ഒരുപാട് എന്റർടൈനിങ് കേന്ദ്രങ്ങളിൽ പോയി, ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ താമസിച്ചു, ഒരുപാട് ഫ്ലാറ്റുകളിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ സഹോദരൻ, എൻ്റെ കാമുകൻ, എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി എടുത്തുപോയല്ലോ. എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് എൻ്റെ ഭർത്താവ് നിക്ഷേപിച്ചു തന്ന 15 ലക്ഷത്തോളം വരുന്ന രൂപയും ഈ സഹോദരൻ പിൻവലിച്ചുവല്ലോ. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ 101 പവനും കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, എൻ്റെ 15 ലക്ഷം രൂപയും ആ സഹോദരനും കൊണ്ടുപോയി. എൻ്റെ പണവും എൻ്റെ സ്വർണവുമെല്ലാം തീർന്നപ്പോ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പഴയ പോലെ സ്നേഹമില്ല, പഴയ പോലെ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നില്ല. മാത്രമല്ല, ഒരു ദിവസം എൻ്റെ ഫ്ലാറ്റിലേക്ക് കടന്നു വരികയാണ്. നട്ടപ്പാതിര സമയത്ത് ഞാൻ എൻ്റെ റൂമിൻ്റെ കുറ്റി തുറന്നപ്പോ, കതക് തുറന്നപ്പോ ഒരുപാട് പേരെൻ്റെ റൂമിലേക്ക് ഇരച്ചു കയറി മദ്യപിച്ചുകൊണ്ട് ലക്കുകെട്ട് ഒരുപാട് പേര് പുലരും വരെ എന്നെ മോശമായി, എന്നെ മൃഗീയമായി ഉപയോഗിച്ചുവെന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, എൻ്റെ കഴുത്തിൽ അവശേഷിച്ചിരുന്ന എൻ്റെ പരിശുദ്ധമായ മഹറിൻ്റെ മാല കൂടി വലിച്ചുകൊണ്ടവർ കടന്നു കളഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ എന്തൊരു നിർഭാഗ്യവതിയാ. എൻ്റെ കത്തിൻ്റെ, എൻ്റെ നഷ്ടപ്പെടലുകളുടെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ ഞാൻ തന്നെയാ. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, എൻ്റെ മാതാവിൻ്റെ സ്നേഹം, എൻ്റെ പൊന്നുമക്കളുടെ പൂമുഖം എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ടല്ലോ പടച്ച റബ്ബേ. സുജൂദിൽ കിടന്നുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന മോളാണ്. എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോ, എല്ലാം എൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുകയാ, ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യാ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ കത്ത് വായിച്ചുകൊണ്ട് ബോധം കെട്ടുപോയ ആ സഹോദരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. എന്തേ പറ്റിപ്പോയത്? ഒരു മിസ് കോൾ ആയിരുന്നു. തെറ്റിനെ നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണത ഈ ഉമ്മത്തിന് വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു മിസ് കോൾ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്